ഒറ്റ നോട്ടത്തിൽ ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു പംകിൻ സൂപ്പാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത്ര ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വൈറ്റമിൻസും ഫൈബറും പൊട്ടാഷ്യവും ഒക്കെ ഉള്ള ഈ പംകിൻ വെച്ച് നമുക്ക് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു വലിയ മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പാണ്. അത്യാവശ്യം വിളഞ്ഞൊരു മത്തങ്ങ തന്നെയായിരുന്നു. അതിൽ നിന്നൊരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ വേണ്ടത് ഒരു സവാളയുടെ പകുതിയും ഒരു 3 അല്ലി വെളുത്തുള്ളി. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലോ ബട്ടറോ ചേർക്കുക. ബട്ടർ തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് സോട്ട് ചെയ്യുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മത്തങ്ങ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അത്യാവശ്യം വിളഞ്ഞിരിക്കുന്ന മത്തങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കുക്കായി കിട്ടും. ഇടയ്ക്ക് തുറന്നു എടുത്ത് വെന്തോന്ന് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നാലാണ് നമുക്കിത് നല്ല പ്യൂരി ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൂപ്പിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. പിന്നീട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സൂപ്പാകുമ്പോൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതേ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ വെള്ളം കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ സൂപ്പ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.